നമസ്കാരം. സ്വപ്നാസ് ബ്ലോഗിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് ദേശത്തിലെ ഉള്ളന്നൂർ മനയിലെ വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതിനാണ്. വിഷചികിത്സാ രംഗത്ത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഉള്ളന്നൂർ മലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ വിമല തമ്പുരാട്ടിയോട് നമുക്ക് വിഷചികിത്സാ രംഗത്തെ കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിച്ചറിയാം. എല്ലാ ചികിത്സയായിട്ടാണ് ചെയ്തേച്ചാലും പിന്നീട് വിഷചികിത്സയ്ക്ക് പ്രാമുഖ്യമായിട്ടായി തുടങ്ങി ചികിത്സ. അതിപ്പോൾ കുട്ടിക്കാലത്ത് ചെയ്തു വെച്ചാലും ഇവിടെ വന്നിട്ടാണ് സ്വതന്ത്രമായി ചെയ്തു തുടങ്ങിയത്. പിന്നെ ഇപ്പോഴും ഈ ചികിത്സാ പാരമ്പര്യം ഇവിടെ തുടരുന്നില്ലേ? തുടരുന്നുണ്ട്. ഇന്ന് രാവിലെയും കൂടി വന്നു. അതെല്ലേ? ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? 60 വർഷം. തമ്പുരാട്ടി 60 വർഷമായിട്ട് ഈ ചികിത്സാ രംഗത്തുണ്ട്. അതെ. ഇപ്പോഴും തമ്പുരാട്ടി ഒറ്റയ്ക്കാണോ അതോ ഇവിടെ കൂടെ സഹായത്തിന് മകനുണ്ടല്ലോ? ഇപ്പം നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ ആയുർവേദ ചികിത്സയൊന്നും ഫലപ്രദമാവുന്നില്ല എന്നൊരു ഖ്യാതി കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് തമ്പുരാട്ടിയുടെ അഭിപ്രായങ്ങൾ എന്താണ്? ആയുർവേദ ചികിത്സ അതിൻ്റെ രീതിയിൽ, അത് പറഞ്ഞ രീതിയിൽ ചെയ്യാത്ത വളരെ കൃത്യമായ ഫലം തന്നെയാണ് ഉള്ളത്. എൻ്റെയും മകൻ്റെയും അച്ഛനാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ അച്ഛൻ്റെ എല്ലാവരുടെ മൊത്തം അഭിപ്രായം പറയാച്ച ശരിക്കും കൃത്യമായി പറഞ്ഞ രീതിയിൽ ചെയ്യാച്ച ഏത് മാറും. അതിപ്പോൾ ഇതെങ്കിൽ ചികിത്സാ കാര്യങ്ങൾ ഇങ്ങനെ സമയപരിധികളൊക്കെ ഉണ്ടോ? ഇന്ന സമയത്താണ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? സാധാ ചികിത്സയ്ക്കാത്ത വൈകുന്നേരം തലേന്ന വൈകുന്നേരം പറഞ്ഞു വെച്ചാൽ കുറച്ചും കൂടി ഒരു സൗകര്യമായിരിക്കും. അല്ലാതെ വിഷചികിത്സയാകുമ്പോൾ ഇന്ന സമയത്താണ് പറ്റുകയെന്ന് നിശ്ചയില്ലല്ലോ. അപ്പോൾ അതിന് ഒരാളല്ലെങ്കിൽ ഒരാളെങ്കിലും ഇവിടെ ഇരിക്കും. അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ സൗജന്യമായിട്ടാണ് നൂറ്റാണ്ടുകളായിട്ട് ഇത് പിന്തുടരണമെന്നുള്ള, ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതെ. വിഷചികിത്സ ഒരു പ്രതിഫലം മേടിക്കരുത് എന്നുള്ള സത്യം ചെയ്തിട്ടാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഈ പാരമ്പര്യമായിട്ട് പഠിപ്പിക്കുക. കാരണം പഠിപ്പിക്കലിൻ്റെ രീതിയിൽ ഈ ഗ്രന്ഥം തൊട്ട് ഗുരുനാഥൻ്റെ മുമ്പ് സത്യം ചെയ്ത ശേഷം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കഷ്ടപ്പാട് കാരണം സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഗുരുനാഥൻ്റെ അടുത്ത് ഈ സത്യം ചെയ്താൽ അവർ ഒരു കാലം കൊണ്ടും കഷ്ടപ്പെടില്ല. നമുക്കിപ്പോൾ ഇതിൽ ചികിത്സാ രീതികൾ വരുമ്പോൾ കിടത്തി ചികിത്സ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കിടത്തി ചികിത്സ തുടങ്ങിയിട്ടില്ല. അത് മകൻ്റെ ശിഷ്യൻ്റെ ചെയ്യാർത്ത് അവിടെയാണ് ചെയ്യുന്നത്. വിഷചികിത്സ വരുമ്പോൾ തന്നെ ചില സമയത്ത് പാങ്ങുന്ന ഒരിക്കൽ വരുന്നുണ്ടായി. അത് ധാന്യ ചാക്കുകളുടെ ഇടയിൽ വെച്ചിട്ടാണ് കടിച്ചത്. അയാൾക്ക് വിഷത്തിൻ്റെ മാറിയോടുകൂടി ആദ്യം പക്ഷാതം തുടങ്ങി. എന്നിട്ട് ചികിത്സ അതിനു വേണ്ടി വന്നു. ഇപ്പം നമ്മൾ ഇത്ര സമയത്തുള്ള വിഷം തീണ്ടി ഇത്ര മണിക്കൂറിനുള്ളിൽ കൊണ്ടുവന്നാലാണ് നമുക്ക് അതിൻ്റെ ചികിത്സാ രീതിയിൽ തുടങ്ങുന്ന അങ്ങനെ കാര്യങ്ങളുണ്ട്. അധികം എളുപ്പമുണ്ടെന്നല്ലാതെ എപ്പോഴും അത് സാധ്യമായിരുന്നു വരില്ലല്ലോ. അപ്പോൾ അവിടെ വന്ന് കണ്ട രീതിയും പറയണ രീതിയും ദൂരലക്ഷണവും ശകുനവും ഒക്കെ നോക്കിയിട്ട് അവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമുക്കിപ്പോൾ പാമ്പ് കടിയേറ്റ ഏത് പാമ്പാന്ന് അറിയാത്തൊരു ഇതുണ്ടാവില്ലേ? ഇപ്പം പെട്ടെന്ന് പാമ്പ് കടിച്ചതാന്ന് നമുക്ക് മനസ്സിലാവും. അന്ന് ഏത് ഇനാന്ന് അറിയാതെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്യാറ്? പാമ്പിനെ അറിയണമെന്നില്ല. ആ ദംശപ്രദേശത്തെ കടിയുടെ രീതി അതുപോലെ ആദ്യം തന്നെ കണ്ണിക്ക് നെറ്റിക്കുകയാണ് നോക്കുക. അവിടെയാണ് വിഷം വ്യാപിക്കുക. അതിൽ നിന്ന് തന്നെ ആ പറയണ രീതിയും നാവിൻ്റെ കുഴച്ചിൽ അല്ലെങ്കിൽ സംഭ്രമം ഇതൊക്കെ നോക്കിയാൽ തന്നെ ഏത് വിഷത്തിൻ്റെ രീതിയാണെന്ന് അറിയും. മാത്രമല്ല ഒരു ഒറ്റമരുന്നാണ് കൊടുക്കുക ആദ്യം. ആ ഒറ്റമരുന്ന് കൊടുത്താൽ അതിൻ്റെ സ്വാദമുണ്ട് ഏത് തരാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഈ ഔഷധികളൊക്കെ ഇങ്ങനെ ഇവിടെ തന്നെയുള്ളതാണോ ചെയ്യുക, തയ്യാറാക്കാതോ ഇതിനുള്ള ഔഷധങ്ങൾ ഇവിടെ നിന്നാണ്
അധികം ഈ പച്ചമരുന്ന് കടയിൽ നിന്നാണ് വാങ്ങുക. കാരണം ഇവിടെ ഇല്ല എന്നല്ല, തികയില്ല. ഈ വളരെ പ്രധാനപ്പെട്ട ചില മരുന്നാണ് വെച്ചാൽ തീരെ ഇവിടെ ഒന്നും കിട്ടില്ല. അത് ചിലത് ഹിമാലയത്തിൻ്റെ ആ ഭാഗത്തു നിന്നാവും വേണ്ടി വരും. അപ്പം മകൻ്റെ ശിഷ്യന്മാരുണ്ട്, അവർ വരുമ്പോൾ കൊണ്ടുവരും. പിന്നെ പച്ചമരുന്ന് മാത്രമല്ല, ധാതുക്കൾ വേണം. വിഷത്തിന് വിഷം എന്നുള്ള രീതിയിൽ ധാതുക്കളെ വെച്ചിട്ടാണ് മരുന്നുണ്ടാക്കുക. ഒരു തവണ ഒരു മരുന്നുണ്ടാക്കിയ 100 കൊല്ലം വരെ ഇരിക്കും. അത് കഴിഞ്ഞാലും അതിൽ ഏതാണ് അരയ്ക്കാൻ പറഞ്ഞ വിധി അതുപോലെ അരയ്ക്കുക, പിന്നെയും 100 കൊല്ലം ഇരിക്കും, ഒരു കേടും വരില്ല. അതുപോലെ തന്നെ വിഷ ചികിത്സയ്ക്ക് സമയത്ത് പഥ്യങ്ങളൊക്കെ പറയില്ലേ, അതിപ്പോ ഓരോ ഇങ്ങനെ കടിച്ച പാമ്പിനൻസ് അങ്ങനെയാണോ അതോ എല്ലാത്തിലും പൊതുവായിട്ടൊരു പഥ്യാണോ? പഥ്യം പൊതുവായിട്ടും തന്നെ. അതല്ലേ, അത് പഥ്യം വേണേനും വിഷ ചികിത്സ പാമ്പിൻ്റെ വേണം. പാമ്പിൻ്റെയൊക്കെ അധികം നായയുടെ തന്നെയാണ്. നായയുടെ നല്ല പഥ്യം നോക്കിയില്ല വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ഈ ചെയ്ത ഫലം മുഴുവൻ പോവും. പാമ്പിൻ വിഷം മാത്രമല്ല എല്ലാത്തരം വിഷ ചികിത്സകളും ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ പ്രാണികളുടെ പിന്നെ അതുപോലെ അങ്ങനെ എല്ലാ തരത്തിലും ഇതുണ്ടല്ലോ. ഈ ചേര അങ്ങനെയുള്ള സ്ഥാവരവർഷം, അതുപോലെ പാടത്ത് മരുന്ന് തളിച്ചു, വല്ലതും തട്ടി എന്താന്ന് കണ്ടില്ല, അങ്ങനെയുള്ളത് കൈവശം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പട്ടിയുടെ ഉണ്ടായിരുന്നു തുടക്കവും പട്ടിയുടെ ചികിത്സ ഉണ്ടായ. പക്ഷേ അതെന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് പഥ്യം നോക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഇഞ്ചക്ഷൻ ആണ് വെച്ചാൽ എളുപ്പമുണ്ടേനും. അപ്പോൾ അത് വേണ്ട വെച്ചു എന്നേ ഉള്ളൂ, ഫലം ഇല്ലാഞ്ഞിട്ടല്ല. കുറച്ചും കൂടി എളുപ്പം ഇപ്പൊ ഇഞ്ചക്ഷനും കാര്യങ്ങളാണെന്ന് വെച്ചിട്ട് അതാണ് അപ്പൊ ഇതിന്ന് ആൾക്കാർ പിന്മാറിക്കൊണ്ടിരിക്കണേന്നല്ലേ? ഞങ്ങളും അതെ, ഇഞ്ചക്ഷൻ ആവില്ല, നന്നാവുക പെട്ടെന്നാണ് വെച്ചാൽ ഉടനാണ് വെച്ചാൽ അപ്പം തന്നെ ചെയ്യാം. പിന്നെ ഒരിക്കലും മരുന്ന് കൊടുത്ത് ഇളക്കുകയോ അതൊന്നും വേണ്ട. അല്ല, കുറച്ച് സമയം ദിവസം കഴിഞ്ഞിട്ടാ വെച്ചാൽ അധികം ഇഞ്ചക്ഷനാണ്. മറ്റേ ഈ മരുന്ന് കൊടുത്ത് ഇളക്കുകയാണത് 90 ദിവസം അതികഠിനായ പഥ്യമാണ്. അതിൽ എന്തെങ്കിലും പഴുവ് വന്നാൽ ഈ ചെയ്ത മുഴുവൻ പോയി, എൻ്റെ ഫലം പോയി. അപ്പം ചെയ്യണില്ല വെച്ചു. അപ്പം ഇപ്പം ഈ എന്താ പറയുക, പട്ടിയൊക്കെ കടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്ര കൊല്ലത്തേക്ക് ഇപ്പോൾ ഇന്ന സാധനം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ ചെയ്താൽ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ പാരമ്പര്യ ചികിത്സ രീതി എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളത് ഇപ്പോൾ ഈ ചികിത്സയിലൂടെ ഇപ്പോൾ നമ്മൾ അത് ചെയ്തതിൻ്റെ ശേഷം ഈ പഥ്യങ്ങൾ എന്തെങ്കിലും ഇതുണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ഇത്രയും വർഷത്തേക്കൊക്കെ? പിന്നെ ഒരു ലാഞ്ചന കാട്ടും, അത്രയേ ഉള്ളൂ. അതെ അല്ലേ? 6 മാസം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ലേ? അതെ അതെ, 6 മാസം വരെ നല്ലോണം നിഷ്കർഷിച്ച് വേണം. അത് കഴിഞ്ഞാൽ പിന്നെ സാരില്ല. തമ്പുരാട്ടി, ഇവിടുത്തെ നാഗക്കാവുകളെ കുറിച്ചൊന്ന് പറയാമോ? 3 കാവാണ്. പ്രധാനപ്പെട്ട കിഴക്കേ ഭാഗത്തുള്ളതാണ്. അവിടെ രാജാവും രാജ്ഞിയും പിന്നെ പ്രധാനപ്പെട്ട 2 വേറെ നാഗങ്ങളും പിന്നെ തെക്ക് കിഴക്ക്, പിന്നെ ഇവിടെ, അങ്ങനെ 3 എണ്ണമാണ്. ശരിയായ അല്ല, പല അനുഭവങ്ങളും തോന്നിയിട്ടുണ്ട് അവിടെ. ചില സമയത്ത് അപൂർവമായ ചില ഇതൊക്കെയും തോന്നിയിട്ടുണ്ട്. അത് സത്യമാണോ നമ്മുടെ തോന്നലാണോ എന്ന് മനസ്സില്ല. പക്ഷെ ഒന്ന് സ്പഷ്ടമായിട്ടുള്ള അവിടെ പ്രാർത്ഥിച്ച് ചെയ്ത അത് നേരെ വരില്ല, അങ്ങനെ കണ്ടെന്ന്. വളരെ ശക്തന്മാരായിട്ടുള്ളവരാണെന്ന് കാരണവന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, അനുഭവം തോന്നുന്നുണ്ട്. അങ്ങനെ ഇത് എന്താ വെച്ചാൽ മുമ്പത്തെ സങ്കല്പത്ത് അത് ഈ ശിവനെ മാണിക്യക്കല്ല് ഊതി തലയത്തെ ഇത് മാണിക്യക്കല്ലാക്കിയിട്ട് ശിവനെ കാണാൻ പോകും. അപ്പോൾ അത് വഴിക്ക് വെച്ച് ശരീരം താഴെ വീഴും. ഈ ജീവൻ ഈ മാണിക്യക്കല്ലും കൊണ്ട് ശിവൻ്റെ അടുത്ത് എത്തുന്നതാണ് കഥ. പക്ഷേ അത് നിശ്ചയില്ല. പക്ഷേ സർപ്പങ്ങൾ ഏതും അതെ, അവർ ഈ ഏകാന്തതയെ ഇരുട്ടിനെ സ്നേഹിക്കുന്നവരാ.
അവരധികം വെളിച്ചത്തേക്കോ നമ്മുടെ നേരെ ഒന്നും വരില്ല. കടിക്കണതാണ് ചാവിക്ക് എന്തെങ്കിലും പ്രകോപനം പറ്റിയിട്ടുണ്ടാവും, അതാവും. അല്ലാതെ അങ്ങനെ കടിക്കില്ല. ഞാൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. നല്ല ചാടി ഊതണ പാമ്പിനെ വെറുതെ കുടം കാട്ടി എന്നിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇല കൊണ്ട് അടുത്ത് പിടിച്ച് ഈ പാമ്പങ്കാവ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. അതല്ലേ. അപ്പൊ അവർ ഉപദ്രവിച്ചാൽ മാത്രമല്ല, അവർക്ക് ദോഷമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് അത് ഉപദ്രവിക്കുള്ളൂ. അപ്പം പിന്നെ മറ്റൊരു രണ്ടാളും എന്താണെന്ന് വെച്ചാൽ ഈ രാജാവിൻ്റെ കൽപ്പന പോലെ തന്നെ അവിടെയും ഇത് വരില്ല. അങ്ങനെ പിന്നീട് അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കുറേ കാടും ഇതാക്കിയിട്ട് അതാണ് പാമ്പങ്കാവിൻ്റെ ഒരു സങ്കല്പമായി. പുതുതലമുറയിലെ തമ്പുരാന് വിഷചികിത്സയെക്കുറിച്ചും പാരമ്പര്യ ചികിത്സാ രീതികളെക്കുറിച്ചും എന്താണ് പറയാനുള്ളത്? പാരമ്പര്യ ചികിത്സ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നിലനിൽക്കണം എന്നുള്ളതാണല്ലോ എൻ്റെ. ഏതൊരു മെഡിസിനും ഏതൊരു മെഡിക്കൽ സിസ്റ്റത്തിനും അതിൻ്റെ എമർജൻസി പ്രാക്ടീസ് ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. മോഡേൺ മെഡിസിനാണെന്ന് വെച്ചാൽ മോഡേൺ മെഡിസിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ്തീഷ്യോളജിയാണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് എമർജൻസികളൊക്കെ മാനേജ് ചെയ്യുക. പിന്നെ സർജറി സഹായത്തിന് സർജറി വേണ്ടി കഴിഞ്ഞാൽ സർജറി ചെയ്യാം. പക്ഷേ എമർജൻസി സാമാന്യം ഇവരാണ്. എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാഖ തന്നെ അനസ്തീഷ്യ എന്നാണ് പറയുന്നത്. ഇതുപോലെ ആയുർവേദത്തിലെ 8 അംഗങ്ങളിൽ വിഷം അഗിതം എന്ന് പറയും. അഗിതതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് എമർജൻസിയെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ അഗിതം എന്നുള്ള വാക്ക് തന്നെ ഗിതം എന്നാണ് വിഷത്തിൻ്റെ പേര്. ഗിതം നിമിഷം കൊണ്ട് നശിച്ചു പോണതെന്നോ നശിച്ചു പോണതെന്നൊക്കെ അർത്ഥം. അപ്പോൾ അതിന് വിപരീതമായിട്ട് ചെയ്യുന്നത് അഗിതം. അപ്പോൾ അത്രയും എമർജൻസി വരും. ആ എമർജൻസികളെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ഒരു പാമ്പിൻ്റെ കടിക്ക് പ്രാധാന്യം എടുത്തു നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആലോചിച്ചാൽ മതി. സാമാന്യമായിട്ട് എല്ലാ പാമ്പുകളുടെയും കൂടിയിട്ടോ അല്ലെങ്കിൽ പാമ്പിൻ്റെ പൊതുവെ എന്ന് പറയാം ട്രോമ ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള പൊതുവെ എല്ലാ തരത്തിലുള്ള എമർജൻസി കണ്ടീഷൻസും നമുക്ക് കിട്ടും. അപ്പോൾ ഈ എമർജൻസികളൊക്കെ ആയുർവേദത്തിൻ്റെ രീതിയിൽ ചികിത്സിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദക്കാരന് ആയുർവേദത്തിൻ്റെ ചികിത്സാ സമ്പ്രദായം വെച്ച് അത് കണ്ട് പഠിച്ചാൽ മാത്രമേ ആയുർവേദത്തിൻ്റെ രീതിയിൽ ചികിത്സിക്കാൻ പറ്റുള്ളൂ. എന്നൊരു പ്രായോഗികമായിട്ടുള്ള ഭാവിയിലേക്ക് എന്നേക്കും ആവശ്യമുള്ളൊരു കാര്യമുണ്ട്. അത് പഠിക്കണമെന്ന് വെച്ചാൽ വിഷചികിത്സ പഠിച്ചാൽ ഇപ്പോൾ മൾട്ടി ഓർഗൻ ഫെയിലിയർ, മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ മൾട്ടി ഓർഗൻ ഫെയിലിയർ, ഒരു കാർഡിയാക് അറസ്റ്റ് വരാം, റെസ്പിറേറ്ററി ഇഷ്യൂസ് വരാം, റീനൽ ഇഷ്യൂസ് വരാം. മോഡേൺ ഇത് പറയാനുള്ളൂ. ഇപ്പോൾ മോഡേൺ കാര്യങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം ഇവിടെ ഇൻഡ്യൂസ്ഡ് ആവും. പക്ഷെ അത് രണ്ടിനെയും വേർതിരിച്ചറിയാൻ കുറച്ച് വിഷമം ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ആയുർവേദത്തിൻ്റെ ഇതിൽ ദോഷകോപത്തിനെ വെച്ചിട്ടാണ് ഇത് പറയുക. പണ്ട് വന്നിരുന്ന പോലെ തന്നെ ഇപ്പോഴും ധാരാളം ആളുകൾ അത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ മുഴുവൻ പറയില്ല. പണ്ടത്തെ അത്ര എണ്ണം ഇല്ല. പാമ്പ് കടിയുടെ എണ്ണം കുറവുണ്ട് തോന്നുന്നുണ്ട്. 1, 2 എണ്ണം കുറവുണ്ട്. ഇവിടെ പാമ്പ് കടി മാത്രമല്ലല്ലോ, വേറെ എല്ലാ തരത്തിലുള്ള പൊതുവെ എല്ലാ വിഷത്തിനും വിഷം എന്നുള്ളതിന് ഇത്രയേ അർത്ഥമുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഗുണകർമ്മങ്ങളെയും പ്രവൃത്തികളെയും സപ്രസ് ചെയ്യുന്ന സാധനം എന്നാണ്. വെനം അല്ലെങ്കിൽ ടോക്സിൻ എന്നുള്ള വാക്കും വിഷം എന്ന് പറയുന്നതിനും തമ്മിലുള്ള വ്യത്യാസം തന്നെ വളരെ ഉണ്ട്. ആദ്യം അവിടുന്ന് അത്ര ഫണ്ടമെൻ്റലി ചേഞ്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ പലതിലും വെനം വേണം എന്നില്ല. പോയ്സൺ നമ്മളിപ്പോൾ ഇവിടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഇവിടെ തന്നെ അതിനുള്ള പച്ചമരുന്ന് മാത്രമല്ല പല മരുന്നുകളും ഉണ്ട്. അത് ഒക്കെ കൂട്ടി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതല്ലേ. ഇതിൻ്റെ കൂട്ട് ഇവിടെ അങ്ങനെയല്ല. ഇതിന് ആദ്യം ശരിക്ക് അതൊക്കെയാണ് വിഷമങ്ങൾ വന്നിട്ടുള്ളതും. ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഇതൊരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് അല്ലേ. അപ്പോൾ ബേസിക്സ് അറിഞ്ഞ ഒരാൾക്കാണ് അത് ചെയ്യാൻ. അറിയാത്ത ചെയ്യണവരുണ്ട്, ഇല്ലയെന്ന് പറയേണ്ടി. കാരണം അത്രയധികം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഒരു ഘട്ടത്തിൽ അത് അത്യാവശ്യമായതുകൊണ്ട് അതല്ലാണ്ട് തന്നെ ചെയ്യണവരുണ്ടായിരുന്നു. സുഖം അങ്ങനെയല്ല. അഷ്ടാംഗൃതം പോലെയോ ചിലപ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബേസിക്കലി നമ്മുടെ നാട്ടിലാകുമ്പോൾ അഷ്ടാംഗൃതയാണ്. അത് നന്നായി തറവായിട്ട് പഠിച്ച ഒരാൾക്ക് പിന്നെ ഉപരിഗ്രന്ഥങ്ങളായിട്ട് വിഷചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അത് പഠിച്ച് അതിനനുസരിച്ച് ചെയ്യാം. ഇതാണ് സ്കൂൾ പെര.
ഇത് ഈ ഇല്ലത്തെ നമ്പൂതിരി കുട്ടികൾ വേദവും മന്ത്രമൊക്കെ പഠിച്ചിരുന്നത് പണ്ട് ഇവിടെ വെച്ചിട്ടാണ്. ഇപ്പോഴും ഇതിപ്പോൾ പണ്ട് ഓല മേഞ്ഞ പോലെ ഇതായിരുന്നു ഇത്. ഇപ്പം അതിൻ്റെ ഷീറ്റൊക്കെ മേഞ്ഞ് ഇപ്പോൾ ഇവരത് ഇതിൻ്റെ നിലനിർത്തി പോകുന്നുണ്ട്. ഇതിൻ്റെ ബോർഡിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ്. ഇപ്പം അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഇത് നിലനിന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ ബോർഡും കാര്യങ്ങളൊക്കെ. ഇപ്പം 2 സൈഡിലും ഉണ്ട് ബോർഡ്. അപ്പം ഇതിൻ്റെ പകുതിയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഇതിങ്ങനെ ഇപ്പോഴും അവരൊരു സ്മാരകമായിട്ട് പണ്ട് സ്കൂൾ പേരാന്നുള്ളതിൻ്റെ ഒരു സ്മാരകമായിട്ട് ഇപ്പോൾ അതൊരു നിലർത്തി കൊണ്ടുപോവാണ്. വിഷചികിത്സാ രംഗത്ത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് ഉള്ളന്നൂർ മനയ്ക്ക് പറയാനുള്ളത്. യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ വരുന്ന എല്ലാ രോഗികളെയും വിമല തമ്പുരാട്ടിയും മകനും ചികിത്സിക്കുകയാണ്. പാരമ്പര്യമായ ചികിത്സാ രീതികളാണ് ഇപ്പോഴും ഈ മനയിൽ പിന്തുടർന്നു പോകുന്നത്. തൃശിവ പേര് ക്ലിപ്തം, കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്നീ 2 സിനിമകളും ഒട്ടേറെ സീരിയലുകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഓണത്തിനെ കുറിച്ചുള്ള ഒരു പാട്ടിൻ്റെ 2 വരി പാടി നമുക്കിന്ന് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. പൂനുള്ളി പൂനുള്ളി പൂക്കൈത ചിരി തൂകി പൂമാരനെ കണ്ടോ നീ കാക്കപ്പൂവേ, പൂമുറ്റമൊരുക്കി വെച്ചു പൂത്തുമ്പി പെണ്ണാള് പൂക്കളിറുത്തു വേഗം വാ അരികിൽ.